നമസ്കാരം. വീണ്ടും മണിപ്പീച്ച് മലയാളം നിങ്ങളൊക്കെ കാണുന്നതിൽ എനിക്ക് വളരെ സന്തോഷം. ഇന്ന് രാവിലെ ഡമാലൊന്ന് താളമിട്ടായിരുന്നു. ആൽമോസ്റ്റ് 200 പോയിന്റ് വരേക്കും പോയി. നിങ്ങളെ കാശിനെ തന്നെ ഫണ്ട് മാനേജറൊക്കെ എടുത്തു വെച്ചുകൊണ്ട് മങ്ങാത്ത കളിക്കുന്നു. അവരിട്ടുകൊണ്ടേ ഇരിക്കുന്നു. തിരികെ വെള്ളക്കാരരൊക്കെ വിറ്റുകൊണ്ടേയിരിക്കുന്നു. സോ മുകളിലും താഴെയും പോയിക്കൊണ്ടിരിക്കുന്നു. 2 പ്രാവശ്യം വരയ്ക്കും 50 പോയിന്റ് വരേക്കും കൊണ്ടുവന്നു. ഞാൻ അടിച്ചായിരുന്നു അതിന്. എന്തെങ്കിലും താളം ഇടുന്നോ ഇല്ല മ്യൂച്വൽ ഫണ്ട് അതിനെ പിടിച്ചു വയ്ക്കുന്നോ എന്ന് നോക്കാം. വളരെ ഹൈ ആയിരിക്കുന്നു. രൂപ വന്നിട്ട് 87 രൂപത്തിൽ ഓപ്പണായി. നമ്മൾ ഇലക്ട്രിക്കൽ എഞ്ചിനീയർ ഡോളറിന് വിൽക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇത്രയും ഡോളർ വിറ്റാലും 85, 87, 40, 45 എന്നാണ് ഇരിക്കുന്നു. ഇന്നും കുറച്ച് ഡോളറിന് കുറച്ചുണ്ട്. 58 വരെ കൊണ്ടുപോകാം എന്ന് വിചാരിക്കുന്നു തോന്നുന്നു. ഇടമാൾ അവിടെ ഗോൾഡ് ഓവർനൈറ്റ് ഭയങ്കരമായിട്ട് താഴെ വീണുവെങ്കിലും ഗോൾഡിൻ്റെ വില 9170 ഇരിക്കുന്നു. ഇന്റർനാഷണൽ മാർക്കറ്റിൻ്റെ ബെഡേ വീഴുന്നാലും വ്യത്യാസം വീഴുന്നില്ല. എന്തെന്ന് വെച്ചാൽ രൂപയുടെ വാല്യൂ വളരെ താഴെ പോയിക്കൊണ്ടിരിക്കുന്ന കാരണം വെറും 40 രൂപ കുറഞ്ഞ് 9170 ഇരിക്കുന്നു. എന്തെന്ന് വെച്ചാൽ രൂപ വന്നിട്ട് ആബഡ് ഫണ്ടിനെ പോലെ നമ്മൾ സ്വർണ്ണത്തിനെ രക്ഷപ്പെടുത്തേണ്ടിയിരിക്കുന്നു. ഇത് തന്നെ ഞാൻ പറഞ്ഞായിരുന്നു, നമ്മുടെ ഗോൾഡ് ഡോളർ ഇക്വേഷൻ കറക്റ്റായി വർക്കൗട്ട് ആകുമെന്ന്. വർക്കൗട്ട് ആയിക്കൊണ്ട് തന്നെ ഇരിക്കുന്നു. അവിടെ എന്തുകൊണ്ട് ഇട്ടു എന്ന് നിങ്ങൾ നോക്കിയെങ്കിൽ ട്രംപ് എന്ത് പറയണമെന്ന് വെച്ചാൽ ഇന്ത്യ എൻ്റെ ഫ്രണ്ട്, മോഡി നമ്മളെ ഫ്രണ്ട്, പക്ഷെ നിങ്ങളൊക്കെ ആൻറ്റി അമേരിക്കൻ ആണ്. ഇത് കാരണം നിങ്ങൾക്ക് 25% ടാക്സ്. അതുപോലെ നിങ്ങൾ ഈ റഷ്യയുടെ കൂടെ ചേർന്ന് ചുറ്റിക്കൊണ്ടിരുന്നു. ഇതിന് ഇന്നൊരു പെനാൽറ്റി. നീ തന്നെയല്ല പറഞ്ഞ് ബ്യൂട്ടിൻ നമ്മളെ ഒരേ ഫോൺ കോളിൽ വാറ തീർക്കും എന്തൊക്കെ പറഞ്ഞായിരുന്നു. ഇപ്പൊ ബ്യൂട്ടിൻ എങ്ങനെയാണ് എതിരിയായത്? പിന്നെ ഇന്ത്യയുടെ ആക്ഷൻ കാരണം ഉക്രൈനിലെ ആളൊക്കെ ചെത്തുപോകുന്നെന്ന് പറഞ്ഞായിരുന്നു. അപ്പോൾ നിങ്ങൾ സെലൻസ്കീനെ വൈറ്റ് ഹൗസിൽ പുറത്ത് വരട്ടിയായിരുന്നില്ല, അതൊക്കെ എന്തെന്ന് ചോദിക്കുന്നു. പക്ഷേ അതിനെക്കുറിച്ച് ചോദിക്കാൻ ഇന്ത്യയിൽ ആരുമില്ല. എന്തെന്ന് വെച്ചാൽ ഇന്ത്യയിലിരിക്കുന്ന ആൾക്കാർ ട്രംപ് എന്ന് പേര് പറഞ്ഞാലേ പേടിക്കുന്നു. എന്ത് ചെയ്യാൻ, നമ്മളെ കഷ്ടകാലമാണിത്. സോ എനിവേ, ഇത് കാരണം നമ്മളെ മാർക്കറ്റിൽ ഷെയറൊക്കെ വളരെ താഴെ വീണുകൊണ്ടേയിരിക്കുന്നു. ഇന്ന് എന്ത് ചെയ്തിരിക്കുന്നു വെച്ചാൽ FMCGയെ തൂക്കിപ്പിടിച്ച് വച്ചിരിക്കുന്നു. എന്തെന്ന് വെച്ചാൽ ഹിന്ദുസ്ഥാൻ യൂണിലിവർ 8% സ്റ്റോക്ക് അപ്പാണ്, മറ്റേ എല്ലാം ഡൗൺ ആണ്. ഇന്ന് പിടിച്ചു വെച്ചതിന് നാളെ അടിക്കും. എന്തെന്ന് വെച്ചാൽ വെള്ളക്കാരൊക്കെ വിറ്റ് എടുത്ത് പോയിക്കൊണ്ടേയിരിക്കുന്നു. എന്തുകൊണ്ട് ഡോളറിനെ ഇങ്ങനെ വേസ്റ്റ് ആക്കുന്നു എന്ന് അറിയത്തില്ല. അതിന് ബദലായിട്ട് 90 ആക്കാം. പിന്നെ എന്ത് ചെയ്യാന്ന് ചിന്തിക്കാം. റെഡി അടിച്ച് 2 ദിവസത്തിൽ 90 പോകാം. എങ്കിൽ അതിൽ ഫെയിലായി 1 ഇയർ കഴിച്ച് കൂടെ പോവാം. ഏത് ബെറ്റർ എന്ന് നിങ്ങൾ തന്നെ ഡിസൈഡ് ചെയ്യാം. ഇത് എന്തുകൊണ്ട് ഞാൻ പറയുന്നതെന്ന് വെച്ചാൽ അമേരിക്ക റേറ്റ് കട്ട് ചെയ്തില്ല. കാരണം അമേരിക്ക 4.25 to 4.5 ഇരിക്കുന്നു. നമ്മുടെ തന്നെ വെപ്രാളപ്പെട്ട റേറ്റ് കട്ടൊക്കെ ചെയ്തത്. പിന്നെ എന്തെന്ന് വെച്ചാൽ ഈ റഷ്യൻ ഓയിൽ ചീപ്പായിട്ട് ഇമ്പോർട്ട് ചെയ്ത കാരണം ഫൈനുണ്ട്. എന്തെന്ന് വെച്ചാൽ റോട്ടിൽ കാണുന്നവരൊക്കെ ചോദിക്കുന്നു, എന്ത് സാർ റഷ്യയിൽ നിന്ന് ചീപ്പ് ഓയിൽ വന്നല്ലേ, അത് എവിടെ പോയെന്ന് ചോദിക്കുന്നു. ബോസ്, അതൊക്കെ സുഹൃത്തുക്കൾക്ക് മാത്രം തന്നെ. അതായത് ഏമാനിൽ ഒരു ഫ്രണ്ട് ഇരിക്കുന്നു, അത് നല്ല ചിലവ് ചെയ്യുന്നു, അവർക്ക് മാത്രം കൊടുത്തു. അവർ പിന്നെ അതിന് ഫ്യൂവൽ ചെയ്ത് യൂറോപ്പിനെ വിറ്റു. പിന്നെ എന്താണെന്ന് നമ്മൾ ടാക്സ് എന്ന് ചോദിച്ചാൽ അറിയത്തില്ല സാർ എന്ന് പറയുന്നു. ഇന്നൊരു ന്യൂസ്, SR എന്ന് പറയുന്ന ഒരു കമ്പനി ഉണ്ടായിരുന്നു. ആ കമ്പനി ഇപ്പോൾ ബോണ്ടിയായി. റിക്കവറി ചെയ്യാൻ വേണ്ടിയിട്ട് നൈറ എന്ന് പറയുന്ന ഒരു റഷ്യൻ കമ്പനിക്ക് ആവശ്യമില്ലാതെ നമ്മൾ ആ SRനെ വിറ്റു. അതിന് റഷ്യക്കാർ എന്ത് ചെയ്യുന്നു വെച്ചാൽ അവൻ്റെ വീട്ടിൽ തന്നെ ഓയിൽ കൊണ്ടുവന്ന് അതിനെ റിഫൈൻ ചെയ്ത് അവരും വെളിനാട്ടിൽ വിറ്റു. ഇതിന് നമുക്ക് ശിക്ഷ കിട്ടി. അതായത് കുറച്ച് പണക്കാരായ ഫ്രണ്ട്സൊക്കെ കാശ് സമ്പാദിക്കാൻ വേണ്ടിയിട്ട് ജനങ്ങളിന് നിങ്ങൾ ഏൺ ചെയ്യുന്ന തിരുപ്പൂരിലിരിക്കുന്ന ആൾക്കാരിന് ദണ്ഡനയാണ്. എങ്ങനെയാണ് എന്നത് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. പ്രശ്നമില്ല, തിരുപ്പൂർ അതിനെ താങ്ങും. അതായത് ഒരു 50% ടാക്സ് ഇട്ടാൽ അവർ താങ്ങും. ഇത് അങ്ങനെ തന്നെ ഇരിക്കുന്നു. ഇതെല്ലാം ഞാൻ പലയിടത്തിൽ പറഞ്ഞതുപോലെ തിരികെ ഒരു 10 നാളിൽ നമ്മൾ പോയി സംസാരിച്ച് നമ്മളായിട്ട് ഇതെങ്കിലും കുറയ്ക്കാൻ വായ്പിരിക്കുന്നതിന് നോക്കാം. അവരപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് ട്രംപ് പറഞ്ഞിരിക്കുന്നു, നമ്മളും പറഞ്ഞിരിക്കുന്നു. അതായത് എന്തെങ്കിലും കുറയ്ക്കാമോ എന്ന്. അതിന് ശേഷം ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ഒരു സ്റ്റേറ്റ്മെൻറ്റ് വിട്ടിരിക്കുന്നു. അതിലും ട്രംപിൻ്റെ പേരില്ല. അങ്ങനെയെന്ന് വെച്ചാൽ നമ്മൾ എന്തോ റെഡി ആയിക്കൊണ്ടിരിക്കുന്നു, നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. പക്ഷേ ഇപ്പം നോക്കിയെങ്കിൽ ഹഷ്കുരങ്ങ ഒരു ട്വീറ്റ് ഇട്ടിരിക്കുന്നു. ഇതിൽ എന്തൊക്കെ അടിപ്പെടും എന്ന് നോക്കിയാൽ ആദ്യം അടിപ്പെടുന്നത് ടെക്സ്റ്റൈലാണ്. നമ്മൾ കൊങ്ക് മണ്ഡലത്തിന് വളരെ കഷ്ടമായ കാലമാണിത്. ഇലക്ട്രിക്കൽ മെഷീനറി, ലൈറ്റ് എഞ്ചിനീയറിംഗ് ഗുഡ്സ്, അങ്ങനെയെന്ന് പറഞ്ഞാൽ കോയമ്പത്തൂരിലിരിക്കുന്ന ഫൗണ്ടറി, അതിൻ്റെ ശേഷം ഓട്ടോ പാർട്സ്, ആഡി, ഡെൽഫി, TVS, റാമേ, ഇവർക്കൊക്കെ ഭയങ്കര അടിയാണ്. അങ്ങനെയാണ് വെളിയിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇത് കാരണം നമ്മൾ എന്ത് ചെയ്യണമെന്ന് നമ്മൾ അറിയാതെ നോക്കിക്കൊണ്ടിരിക്കാം.
എന്തെങ്കിലും സ്റ്റോക്ക് വീഴുന്നുവെങ്കിൽ നമ്മൾ ടിഫിൻ കോഫി റേഞ്ചിൽ നമ്മൾ പട്ടാസ് ലിസ്റ്റ് ഇരിക്കുന്നതിനെ കുറച്ചായിട്ട് കൺസിഡർ ചെയ്യാം. ഇത് കാരണം ഇന്നും ബാങ്ക് നിഫ്റ്റിയും ഡൗണ്. എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. ഇതോ 1, 2 വാങ്ങി കൺസിഡർ ചെയ്തുകൊണ്ട് നമ്മൾ നോക്കിയിരിക്കാം. ഇപ്പോൾ വന്നിട്ട് 25+25 ഇടുമെന്ന് പറഞ്ഞ് മിരട്ടിയിരിക്കുന്നു. പെനാൽറ്റി ഒരു 25 ഇരിക്കും എന്ന് നോക്കുന്നു. ഇത് കാരണം നിങ്ങൾ വന്നിട്ട് ഒരു ടീ-ഷർട്ട് 200 രൂപയ്ക്ക് അമേരിക്കക്കാരനെ ബിൽ ചെയ്തുവെങ്കിൽ അതിലൊരു 50% ടാക്സ് എങ്കിൽ അവൻ ഒരു 100 രൂപ ഗവൺമെൻറ് വാങ്ങിയുണ്ട് 100 രൂപയ്ക്ക് തന്നെ അത് പോകും. അതേ അവൻ അതിനെ ബംഗ്ലാദേശിലോ വിയറ്റ്നാമിൽ വാങ്ങിയെങ്കിൽ 200 രൂപയ്ക്ക് കിട്ടുമെങ്കിൽ 30 രൂപ തന്നെ ടാക്സ്, 70 രൂപ ഇന്ത്യൻ ടീഷർട്ട് അവിടെ കോസ്റ്റ്ലി ആയിട്ടിരിക്കും. എന്ന് വെച്ചാൽ അവരൊക്കെ 15% ടാക്സിൽ വരുന്നു. ബംഗ്ലാദേശിൽ ഇതിൻ്റെ അകത്ത് വന്നാന്ന് എനിക്ക് അറിയാൻ പറ്റുന്നില്ല. ബട്ട് സ്റ്റിൽ വിയറ്റ്നാം വന്നായിരുന്നു. അപ്പോൾ എന്ത് പറയണമെന്ന് വെച്ചാൽ ഇന്ത്യയിൽ കച്ചാ എണ്ണ ഇല്ല, പക്ഷേ പാകിസ്ഥാനിൽ വളരെ റിസോഴ്സ് കൂടുതലാണ് ഇതിന്. നമ്മളവിടെ കൂട്ടണി ഇട്ടിരിക്കുന്നു. ഞാൻ ഒരു കമ്പനി അയക്കും, അവർ ഇവിടെ നിന്ന് കച്ചാ എണ്ണ എടുക്കും. മേ ബി എൻ്റെ ഫ്രണ്ട് മോഡി വന്നിട്ട് പാകിസ്ഥാനിലിരുന്ന് കച്ചാ എണ്ണ വാങ്ങും എന്ന് പറഞ്ഞിരിക്കുന്നു. ട്രൂത്ത് മീഡിയ ഇട്ടിട്ടുണ്ട്, വേണമെങ്കിൽ നിങ്ങൾ തന്നെ നോക്കിക്കോ. അബ് കി ബാർ മോഡി സർക്കാർ എന്ന് പറയുന്ന പോലെ അബ് കി ബാർ ട്രംപ് സർക്കാർ എന്ന് പറഞ്ഞ് ഒരാൾ സംസാരിച്ചായിരുന്നു. അത് 2019 ഇത് നടന്നത്. ഇപ്പം അവർ സംസാരിക്കത്തേ ഇല്ല. അതായത് ഫ്രണ്ട് എന്ന് പറഞ്ഞ് ഇങ്ങനെ ചെയ്യുന്നതൊക്കെ വളരെ വിഷമത്തിലാണ്. നിങ്ങളെ മ്യൂച്വൽ ഫണ്ട്സൊക്കെ നിങ്ങളെ ഫ്രണ്ട്ഷിപ്പ് കാരണം എന്തായിക്കൊണ്ടിരിക്കുന്നതെന്ന് നോക്ക്. വെറും നിങ്ങൾ രൂപയിൽ മാത്രം കാണേണ്ട. ഈ പീരീഡിൽ നിങ്ങൾ 2 കൊല്ലം വച്ചിട്ടുണ്ടെങ്കിൽ $10% വീഴുന്നതിനെ നിങ്ങൾ നോക്കണം. തന്നെ ഞാൻ എപ്പോഴും പറയുന്നത് നമ്മളത് എന്തെന്ന് വെച്ചാൽ ഡോളർ, ഗോൾഡ്, അതിൻ്റെ ശേഷം സ്റ്റോക്ക് എന്ന് പറയുന്നു. ഈ ഈക്വേഷനെ 3 വച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കറക്റ്റാണ്. നമ്മളെ ട്രേഡറിനെ ഫോളോ ചെയ്യുന്ന ആൾക്കാരൊക്കെ എന്ത് ചെയ്തിരിക്കുന്നു വെച്ചാൽ 2 വർഷമായിട്ട് US സ്റ്റോക്ക് വാങ്ങിയിരിക്കുന്നു. അതിൽ വെറും ഡോളറിൽ 10% അടിച്ചു. പിന്നെ പോർട്ട്ഫോളിയോയിൽ കൂടെ S&P 500 ബീറ്റ് ചെയ്തിരിക്കുന്നു എന്ന് പറയുന്നു. സോ അതിൽ അവൻ ഓൾറെഡി പ്രോഫിറ്റ് അതന്നെ ഇരിക്കുന്നു. ഗോൾഡിൽ പ്രോഫിറ്റ് ആയിരിക്കുന്നു, ബോണ്ടിൽ വട്ടി വാങ്ങിയിട്ടിരിക്കുന്നു. സ്റ്റോക്ക് കുറച്ച് കുറങ്ങാൻ പ്രശ്നമില്ല എന്ന് ഇരിക്കും. പക്ഷേ സ്റ്റോക്കിനൊക്കെ നമ്മൾ കൺസിഡർ ചെയ്തില്ല. ബട്ട് ആ ലെവലിനെക്കാട്ടിലും മുകളിൽ തന്നെ ഇരിക്കുന്നു. ഇത് തന്നെ നമ്മളെ ഇൻവെസ്റ്റ്മെൻറ്റ് സ്ട്രാറ്റജി. മറന്നു പോകരുത്. ശരി, ഇപ്പോൾ നമ്മൾ ന്യൂസിൻ്റെ അകത്ത് പോവാം. ചന്ദ്രശേഖർ കൺഫേമും ചെയ്തു, ഫയലും ചെയ്തു. ഇതുപോലെ ഇവാക്കോയിന് ഞങ്ങൾ വാങ്ങുമെന്ന്. അതായത് അവരെന്ത് പറയണമെന്ന് വെച്ചാൽ 2021 വലിയവരെ അവരെ സംസാരിക്കാൻ തുടങ്ങി. ആഞ്ചലി ഫാമിലിയുടെ ഒപ്പം ഫസ്റ്റ് ഒരു ചൈനക്കാരൻ ഡിഫൻസീവ് ഈസ്റ്റേറ്റ് ചേർത്ത് വാങ്ങാമെന്ന് പറഞ്ഞു. അപ്പോൾ എന്ത് തന്നെ മാറ്റർ എന്ന് നോക്കിയാൽ ഇറ്റാലി ഗവൺമെൻറ് പറഞ്ഞായിരുന്നു ഡിഫൻസ് ഒക്കെ വെളിയിൽ പോകാൻ പറ്റത്തില്ല എന്ന്. ഇതിൻ്റെ ഡിഫൻസിനെ തനിയെ നിർത്തി ഒരു ഇറ്റാലിയൻ ബാങ്കായ ചന്ദ്രശേഖർ ഇതിനെ കൺഫേം ചെയ്തു. രണ്ടാമതായിട്ട് ടാറ്റ സ്റ്റീല് 3% ടേൺ ഓവർ കുറഞ്ഞ 53,000 കോടി ഇരുന്നാലും പ്രോഫിറ്റ് പെട്ടെന്ന് കയറി 2,600 കോടി പ്രോഫിറ്റ് ചെയ്തിരിക്കുന്നു. ഇന്ന് ഇറങ്ങിയിരിക്കുന്നു പുതിയ സ്റ്റീൽ ടാരിഫ് എന്ന് പറഞ്ഞ്. നമ്മൾ കൺസിഡർ ചെയ്തതിനെക്കാട്ടിലും എവിടെയോ 100% പ്രോഫിറ്റ് തന്നെ ഇരിക്കുന്നു. ഇത്തന്നെ ഞാനിപ്പോൾ പറഞ്ഞത് ഇതിനെ ഇപ്പോൾ കൺസിഡർ ചെയ്യാമെന്ന്. സോ അത് സൂപ്പർ സ്റ്റാറിനെ പോലെ നിൽക്കുന്നു. ടാറ്റ ട്രസ്റ്റ് ഇന്നലെ ലീഡ് ചെയ്തുകൊണ്ട് രതൻ ടാറ്റ ട്രസ്റ്റ് സൊല്യൂഷൻ ഇട്ടിട്ടുണ്ട്. ടാറ്റയുടെ സൺസിൽ വന്നിട്ട് സ്ട്രക്ചറായിട്ട് മാറ്റരുതെന്ന് വലിയവർ പറഞ്ഞതുപോലെ ഇത് പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയെ തന്നെ ഇരിക്കും അങ്ങനെന്ന് പറഞ്ഞ ഒരു റെസൊല്യൂഷനെ പാസ് ചെയ്ത് SP ഗ്രൂപ്പ് വെളിയിൽ പോകണു എന്ന് പറയുന്നത് കാട്ടിലും അവരെ കൂടെ സംസാരിച്ചു. മിസ്ട്രി കുടുംബത്തിന് വേണ്ടി 5-10 സമ്പാദിച്ച് SP ഗ്രൂപ്പ് തന്നെ പറയുന്നു, നീ ലിസ്റ്റ് ചെയ്യുന്നു ഞാൻ വിൽക്കാം, ലിസ്റ്റ് ചെയ്യും ഞാൻ വിൽക്കാം എന്ന് പറയുന്നു. എന്തെന്ന് വെച്ചാൽ അവൻ കടലിനാൽ മൂழ்കിക്കിടക്കുന്നു. പിന്നെ ഈ ന്യൂസും ഇടയിൽ വന്നു. സോ ഇതിൽ ആരാണ് ഡയറക്ടറായിട്ട് ഇടാൻ പോകുന്നു എന്ന് അറിയാൻ പറ്റുന്നില്ല. ബട്ട് ഇത് തന്നെ ഡയറക്ഷൻ 2027 ശേഷം വലിയ ആളെ നമുക്ക് നമ്പിക്കായിട്ടിരുന്ന കാരണം ചന്ദ്ര ഇന്നും കുറച്ച് ദിവസത്തിന് കണ്ടിന്യൂ ചെയ്യാം അങ്ങനെയെന്ന് പറഞ്ഞ് ഡിസൈഡ് ചെയ്ത് അവർക്ക് ഇൻക്രിമെൻറ്റും എക്സ്റ്റൻഷൻ കൊടുക്കണതായിട്ട് ഡിസൈഡ് ചെയ്തിരിക്കുന്നു. എക്സ്റ്റൻഷനും കൊടുക്കണതായിട്ട് ഡിസൈഡ് ചെയ്തിരിക്കുന്നു. ചന്ദ്രയുടെ വില രക്ഷപ്പെട്ടു. 30,000 കോടി എയർ ഇന്ത്യ, ടാറ്റ ഡിജിറ്റലിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യാമെന്ന് ഡിസൈഡ് ചെയ്തിരിക്കുന്നു. ഇത് എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് ഡീറ്റെയിൽഡ് പറയണമെന്ന് വെച്ചാൽ നമ്മൾ ഒരുപാട് ഹാലോ എഫക്റ്റ് കാരണം ഒരുപാട് കാശിന് നിങ്ങൾ ഇതിലിട്ട് വെച്ചിരിക്കും. ഡീറ്റെയിൽഡ് ഇതൊക്കെ നിങ്ങൾക്ക് അറിയണമെങ്കിൽ ഇതൊക്കെയാണ് അവർ തീരുമാനം എടുത്തിരിക്കുന്നത്. നിങ്ങളെ കാശ് സേഫായി തന്നെ ഇരിക്കുന്നു. മാനേജ്മെൻറ്റിൽ വലിയ ചേഞ്ചസ് ഐഡസ് വെൽനസിൻ്റെ റിസൾട്ട് വന്നിരിക്കുന്നു. ആൾ FMCG കമ്പനിക്ക് പ്രോഫിറ്റും കുറഞ്ഞിരിക്കുന്നു, ടേൺ ഓഫും കുറഞ്ഞിരിക്കുന്നു. അപ്പോൾ ഇത് ലൈഫ് സയൻസസ് അല്ല, വെൽനസ് തന്നെ. ഈ ആർട്ടിഫിഷ്യൽ ഷുഗർ കംപ്ലൈൻസ് സെഗ്ഗായിട്ട് ഇരിക്കുകയല്ല, അത് തന്നെ. ഹിന്ദുസ്ഥാൻ യൂണിലോ റിസൾട്ട് ഇപ്പോൾ വന്നായിരുന്നു. അതിൻ്റെ പ്രോഫിറ്റ് കഷ്ടപ്പെട്ട് മുക്കി 8% കയറിയിരിക്കുന്നു. അതിന്
സെലിബ്രേറ്റ് ചെയ്യുന്നതുപോലെ ഇന്ന് റിസൾട്ടിൽ കയറ്റിയിരിക്കുന്നു. നോക്കിയാൽ ഇയർ ആൻഡ് ഇയർ കൂടെ തന്നെ വാറ്റ് കയറിയിരിക്കുന്നു. റവന്യൂ 4% തന്നെ കയറിയിരിക്കുന്നു. അങ്ങനെയെന്ന് വെച്ചാൽ റവന്യൂ കയറിയില്ല, പ്രോഫിറ്റ് കയറിയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ മറ്റേ കാര്യങ്ങളൊക്കെ എന്തോ ചെയ്തിരിക്കുന്നു എന്നാണ് ആ അർത്ഥം. മഹീന്ദ്ര ആൻഡ് മഹീന്ദ്ര റിസൾട്ടും നന്നായി തന്നെ ഇരിക്കുന്നു. 34% പ്രോഫിറ്റ് കയറിയിരിക്കുന്നു. ഇത് തന്നെ വൺ ഡേ മുമ്പേ വിളിച്ച് ഏതോ നോക്കുക എന്ന് പറഞ്ഞ് അനൗൺസ് ചെയ്തിട്ട് ഇരിക്കുന്നു. ഇത് തന്നെ ഇന്നത്തുള്ള ന്യൂസ് വളരെ ഇമ്പോർട്ടൻ്റ് ആയത്. ഇന്റർനാഷണൽ മാർക്കറ്റ് വളരെ ഹൈ ആയിരിക്കുന്നു. മീഡിയ വന്നിട്ട് $4 ട്രില്യൺ താണ്ടി പോയിക്കൊണ്ടിരിക്കുന്നു. $4 ട്രില്യൺ കഴിഞ്ഞ് പോയതിന് ശേഷം അടുത്ത ഇതിൽ ഇരിക്കുന്നത് $3.5 ട്രില്യൺ ഇരിക്കുന്നു. അതായത് മൈക്രോസോഫ്റ്റ്. പക്ഷേ ഈ $500 ബില്യൺ നമ്പർ 1 ആൻഡ് നമ്പർ 2 ഗ്യാപ്പ് ഓപ്പൺ ആയി. ഇത് കാരണം ഇത് വന്നിട്ട് വളരെ കഷ്ടമായ സമയമാണ് നമുക്കിത്. ഇന്ത്യയുടെ വീക്സ് എന്ന് പറഞ്ഞാൽ വൊളറ്റാലിറ്റി ഇൻഡെക്സ് ആണ്. ഇത് കയറിക്കൊണ്ടേയിരിക്കുന്നു. എന്ന് പറഞ്ഞാൽ ഇന്ന് കഷ്ടപ്പെട്ട് മൂച്ചു വാങ്ങി നിങ്ങളെ കാശിനെടുത്ത് മ്യൂച്വൽ ഫണ്ട് നിർത്തി വെച്ചാലും നാളെ രാവിലെ ഡമാലിനിടും നേരത്തെ ചാൻസ് ഒരുപാടിരിക്കുന്നു. രാവിലെ വരയ്ക്കും 32,500 കോടി വരയ്ക്കും അടിച്ചിട്ടുണ്ടായിരുന്നു. ഫോഴ്സസ് എന്ത് പറയണമെന്ന് വെച്ചാൽ ഞാൻ ജോലിയിലിരുന്ന് അയക്കേണ്ടതൊക്കെ അയച്ചായി. മൈസൂർ ക്യാമ്പസിൽ നിന്ന് നിങ്ങൾ നോക്കിയല്ലേ താരം പെട്ടിയൊക്കെ എടുത്തുകൊണ്ട് പോണത് പോലത്തെ ഒരു സീന്. ഇങ്ങനെ തന്നെ മറന്നു എങ്കിൽ ഞാൻ ആ ഫോട്ടോനെ കൂടെ ഇവിടെ ഇടാം. ഫോട്ടോയെ കണ്ട് നിങ്ങൾ മനസ്സിലാക്കണം എങ്ങനെ കഷ്ടപ്പെട്ടൊക്കെ അയച്ചെന്ന്. പുതിയതായിട്ട് ആൾ പിടിക്കാമോ എന്ന് ചിന്തിക്കുന്നു എന്ന് പറഞ്ഞു. ഇത് കാരണം വെയിറ്റ് ചെയ്യാം. ഈ TCS ₹125 വരയ്ക്ക് ഒരു വർഷം ഡിവിഡൻഡ് കൊടുക്കും. പോയിരിക്കുന്ന റേറ്റ് നോക്കിയാൽ 4% ഡിവിഡൻഡ് ഈൽഡ് വന്നു. ഇന്നും കുറച്ച് ഇറങ്ങിയെങ്കിൽ ഇനിയും നന്നായിരിക്കും. ഇതാണ് നിങ്ങൾ വെറുപ്പറാളപ്പെടേണ്ട. IT-നെ തൊടാൻ ഇന്നും ഒരുപാട് ദിവസം ഇരിക്കുന്നു. വീണു എന്ന് പറഞ്ഞു ഓടി വരണ്ട. ഇന്നും പല ആൾക്കാർ അടിപെടും. അമേരിക്കയിൽ എന്തായെന്ന് വെച്ചാൽ GDP അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് സൂപ്പറാ ചെയ്ത് പെട്ടെന്ന് കയറി. ഇതോ കുറച്ച് സ്ലോ ആയാലും പോയ വർഷത്തിൻ്റെ കോൺട്രാക്ഷന് ഈ വർഷം പോസിറ്റീവായിട്ട് ഓപ്പൺ ആയിരിക്കുന്നു. നമ്മൾ പറഞ്ഞതുപോലെ ട്രംപിൻ്റെ 2 ജാൽറ ഗവർണർ വന്നിട്ട് റേറ്റ് കട്ട് ചെയ്യണമെന്നിട്ടു. 1993 ശേഷം ആദ്യത്തെ തവണ ഇത് നടക്കുന്നതാണ്. അങ്ങനെ ഇരുന്നാലും ജെറോം പോൾ സ്റ്റഡിയായി നിന്നു. ഇപ്പോൾ സെപ്റ്റംബർ വരയ്ക്കും തള്ളിയിട്ടിരിക്കുന്നു. ഇതും 2 പ്രാവശ്യം അവിടെ ഇൻഫ്ലേഷൻ ട്രിഗർ വരും. ആ ഇൻഫ്ലേഷൻ ട്രിഗർ വന്ന് ഇത് പെട്ടെന്ന് കയറിയെങ്കിൽ വെച്ചോ, അപ്പോൾ ഇല്ലെങ്കിലും ലേറ്റായിട്ട് കയറും. അത് ലേറ്റസ്റ്റായിട്ട് കയറും. കയറുന്ന സമയം ഈ 3.5 അടുത്ത് പോകത്തില്ല. നമ്മൾ വെപ്രാളപ്പെട്ട് റേറ്റ് കട്ട് ചെയ്യുക കാരണം രൂപയുടെ മതിപ്പ് വന്നിട്ട് ഇറങ്ങിക്കൊണ്ടേ പോകുന്നു. ഇതാണ് ഇന്നത്തെ ന്യൂസ്. തന്നെ ഇന്നത്തെ വലിയ ന്യൂസ്. തിരുപ്പൂരിന് ഇന്ന് വളരെ ഒരു സാഡ് ഡേ ആണ്. കാരണം ഈ തിരുപ്പൂർ, ഈറോഡ്, കരൂർ സ്ഥലങ്ങളിൽ ഇരുന്ന് നാട്ടിലിരുന്ന് അമേരിക്കയ്ക്ക് പോകുന്ന സാധനങ്ങളൊക്കെ പ്രഷർ ഇരിക്കും. ഒരുപാട് ആൾക്കാർ എന്ത് പറഞ്ഞെന്ന് വെച്ചാൽ അമേരിക്ക നമുക്ക് വലിയതായിട്ട് എക്സ്പോർട്ട് ചെയ്യുന്നില്ല എന്ന്. തിരുപ്പൂർ ആൻഡ് ഈറോഡ് പോയി നോക്കിയെങ്കിൽ ഇത്രയുമാണ് അമേരിക്കൻ ബ്രാൻഡിന് തയ്ക്കുന്നു എന്ന് നമുക്കറിയാൻ പറ്റും. നമസ്കാരം.